റോമാ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ്റെ പീഡനകാലത്ത് AD 303 പലസ്തീൻ നാട്ടിലെ ലിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഈവരീസയുടെ ഓർമ്മ പെരുന്നാളാണ് നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കമായ പ്രതിപാദനങ്ങളെ നമുക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കപ്പദോക്യയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് റോമാ സാമ്രാജ്യത്തിലെ ഒരു പട്ടാള മേധാവിയായിരുന്നു, ഗ്രീക്ക് വംശജനായിരുന്നു. ഇത്രയും നമുക്കറിയാം. അദ്ദേഹം കപ്പദോക്യയിൽ ജനിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു പോയതോടുകൂടെ മാതാവ് തൻ്റെ ജന്മസ്ഥലമായ പലസ്തീൻ നാട്ടിൽ ലിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുക. 17 വയസ്സായപ്പോൾ റോമാ സാമ്രാജ്യം കൈയടക്കിയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകൾ 17 വയസ്സാകുമ്പോൾ നിർബന്ധിതമായി സൈനിക സേവനത്തിന് പോകണം എന്നുള്ളത് അദ്ദേഹം സൈനിക സേവനത്തിനായി. അങ്ങനെ സൈന്യ പട്ടാളക്കാരനായിരിക്കുമ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വളരെ സ്നേഹിതനായിരുന്ന ബഹുമാനിതനായിരുന്ന ആ പിതാവിൻ്റെ മകനെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തൻ്റെ പേഴ്സണൽ ഗാർഡിൽ ആക്കി തീർത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ പലസ്തീൻ നാട്ടിലുള്ള പടയാളികളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുവാനും അവരുടെ പോന്നുപോരാഴികൾ അന്വേഷിക്കുവാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും ആ കാര്യങ്ങളെല്ലാം ചക്രവർത്തിയെ അറിയിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. റോമാ പട്ടാളത്തിന് വേണ്ടി അഥവാ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിക്ക് വേണ്ടിയുള്ള ഒരു മെസ്സഞ്ചർ അഥവാ അംബാസഡറായിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, മാതാപിതാക്കൾ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചു. നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ വളരെ ശക്തമായിരിക്കുന്ന അടിസ്ഥാനം അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം പട്ടാളക്കാരനായിട്ടും വളരെ ഭാരിച്ച ജോലി തിരക്കുണ്ടെങ്കിലും വേദപുസ്തക വായനയും പ്രാർത്ഥനയും അതുപോലെ തന്നെ നോമ്പും ഉപവാസവും ഒക്കെ ജീവിതചര്യയായിട്ട് അല്പം പോലും തെറ്റുകൂടാതെ അനുഷ്ഠിച്ചു വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവികമായ കൃപയും ശക്തിയുമുണ്ട്. ഒരിക്കലും അദ്ദേഹം തൻ്റെ പട്ടാള സഞ്ചാരത്തിൽ സെലേന്യ എന്ന് പറയുന്ന പലസ്തീൻ നാട്ടിലെ ഒരു ഗ്രാമത്തിൽ വരുമ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വഴിയരികിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണും. അദ്ദേഹം ചോദിച്ചു എന്തിനാണ്. അപ്പോഴാണ് അവർ ചരിത്രം പറഞ്ഞത്, ഈ കുന്നിൻ മുകളിലുള്ള സെലേന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലും അതുപോലെ ചുറ്റുപാടുമുള്ള കുന്നിൻ പുറങ്ങളിലെ ഗ്രാമത്തിലുമുള്ളവർ വെള്ളം കോരിയെടുക്കുന്നത് ഈ എല്ലാ മലകളുടെയും നടുവിലുള്ളതായിരിക്കുന്ന ഒരു താഴ്വാരം, ആ താഴ്വാരത്തുള്ള ചതുപ്പ് നിലത്തിൽ നിന്നാണ്. ഈ ചതുപ്പ് നിലത്തിൽ വെള്ളം അവർ കോരി അവരുടെ ജീവസന്ധാരണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം പ്രത്യേകമായിട്ട് ഒരു ഗുഹയിൽ നിന്ന് ഒരു വളരെ ഭീമാകാരനായ ഒരു ജീവി അവിടെ വന്ന് കിടന്നു. അതോടുകൂടെ അവർക്കെല്ലാം ഈ വെള്ളം കോരാൻ പോകാൻ പേടിയായി. കാരണം അതിൻ്റെ വായിൽ നിന്ന് ഉച്ഛ്വസിക്കുന്ന ഉച്ഛ്വാസവായു കൊണ്ടാണ് ഇരകളെ അത് പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും ചെന്നാൽ അതിൻ്റെ ഉച്ഛ്വാസവായു ശ്വസിച്ച് മരിച്ചു വീഴുമെന്നുള്ളത് കൊണ്ട് ആളുകൾ ആദ്യമൊക്കെ അപകടത്തിൽപ്പെട്ടെങ്കിലും പിന്നീട് പോകാൻ തയ്യാറായില്ല. എന്നാൽ ഇതിനൊരു പ്രത്യേകത, ഒരു ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ 10-15 ദിവസത്തേക്ക് അത് അതിൻ്റെ മാളത്തിലേക്ക് ഒളിക്കും. പിന്നെ 10-15 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമോ. അതുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമങ്ങളിലെ ആളുകൾ വിചാരിച്ചു, നമുക്ക് നമ്മുടെ വളർത്തുമൃഗങ്ങളെ ഓരോന്നിനെ ഇട്ടുകൊടുക്കാം. ആടിനെയും പശുവിനെയും കാളയും അതുപോലെ പക്ഷികളെയും ഒക്കെ അവർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അത് ഓരോ 15 ദിവസവും കഴിയുമ്പോഴും ഇത് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് 15 ദിവസത്തേക്ക് അവർക്ക് സുഗമമായി വെള്ളം കോരാം. ആളുകൾ അവരുടെ വളർത്തുമൃഗങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ്
അന്നത്തെ കാലത്ത് ഈ നരബലി നിലവിലിടുന്ന കാലഘട്ടമായിരുന്നു എന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഓരോ ഗ്രാമത്തിലെയും കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കുവാൻ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ചീട്ടിട്ട ആരുടെ കുഞ്ഞിനെ ഇട്ടുകൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗീവർഗീസദാ വരുന്ന ദിവസം പട്ടണത്തിലെ അധിപനായിരുന്ന മൂപ്പൻ്റെ മകളെയാണ് ഇട്ടുകൊടുക്കാൻ ചീട്ട് വീണത്. അതിൽ ആ പട്ടണം മുഴുവനും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖിക്കുകയാണ്. കാരണം ആ പട്ടണത്തിൻ്റെ മൂപ്പന് ഒരു സ്ത്രീ ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് അവർക്ക് ഏറ്റവും വലിയ സങ്കടമുണ്ടായത്. സെലേന്യയിൽ വന്നപ്പോൾ ഈ സങ്കടം കണ്ട ഗീവർഗീസദാ പ്രയാസപ്പെടേണ്ട, ആ മൃഗത്തെ ഞാൻ കൊന്ന് മാറ്റിത്തരാം, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സുഖമായി വെള്ളം കോരാം എന്ന് പറഞ്ഞു. അവരൊക്കെ അതിന് തടസ്സം പറഞ്ഞു. കാരണം ഏത് മൃഗവും മനുഷ്യൻ ചെന്നാലും അതിൻ്റെ ഉച്ഛ്വാസവായുവിൽ മയങ്ങി വീഴും, അപകടമുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തീയ പട്ടാളക്കാരനാണ്, അതുകൊണ്ട് എനിക്കതിനെ ഭയമില്ല, അതിൻ്റെ വിഷബാധമൊന്നും എന്നെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ചെന്ന് അതിനെ എൻ്റെ കുന്തം കൊണ്ട് കുത്തി കൊന്ന് ആ സ്ഥലത്തു നിന്ന് മാറ്റുകയാണ്. അത്ര ഭീമാകാരനായിരുന്നുകൊണ്ട് ചരിത്രത്തിൽ പറയുന്നത് ദ ആക്ട്സ് ഓഫ് സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു പുസ്തകം 5-ാം നൂറ്റാണ്ടിൽ എഴുതിയതുണ്ട്. അതിൽ പറയുന്നത് 4 രഥങ്ങൾ ഒരുമിച്ച് കൂട്ടി വലിച്ചിട്ടാണ് ആ മൃഗത്തെ ആ ചെറുപ്പ് നിലത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ പറ്റിയതെന്നാണ്. ഈ വലിയ സംഭവം കണ്ടപ്പോൾ പട്ടണത്തിൻ്റെ അധിപൻ വന്ന് അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു. പട്ടണത്തിൻ്റെ മൂപ്പൻ, അവർ രാജാവെന്നാണ് വിളിക്കുന്നത്. രാജാവ് വന്ന് ഉപഹാരങ്ങളും പണവുമൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം അതെല്ലാം സ്വീകരിച്ച് പാവപ്പെട്ടവർക്കായിട്ട് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ വിശ്വസിക്കണം, ക്രിസ്ത്യാനികളാകണം, അപ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യവും വിശുദ്ധിയും അതുപോലെ തന്നെ ദൈവികമായ കൃപയും ലഭിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ 3-4 ഗ്രാമങ്ങളിലായി നിന്നായിട്ട് ഏതാണ്ട് 15,000-ഓളം പേരും ക്രിസ്ത്യാനികളായി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ലഭിച്ചിരുന്നതായ നിർദ്ദേശമനുസരിച്ച് പിന്നീട് ക്ഷേത്രങ്ങളിലേക്ക് അവർ പോയില്ല. അപ്പോൾ അന്നത്തെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപാലകൻ, നമ്മുടെ പ്രമ്യോൻ പുസ്തകത്തിൽ ദേദ്യാനോസ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ദേദ്യാനോസ് അന്നത്തെ അവിടുത്തെ ഗലേറിയസ് എന്ന് പറയുന്ന പട്ടാള മേധാവിയെ കണ്ട് പറഞ്ഞു, ജനങ്ങളൊന്നും ക്ഷേത്രത്തിൽ വരുന്നില്ല, ക്ഷേത്രത്തിൻ്റെ വരുമാനമില്ല, അവരെല്ലാവരും ക്രിസ്ത്യാനികളായിത്തീരുന്നു, അതുകൊണ്ട് ഈ ഗീവർഗീസ് ഇതിനെ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗലേറിയസ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി അറിയിച്ചപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പറഞ്ഞു, അവനെനിക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യനാണ്, പട്ടാളക്കാരനാണ്, അവൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവനെ കൊല്ലരുത്, പകരം ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറയുവാനായിട്ട് പീഡകൾ കൊടുക്കണം, ശിക്ഷകൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഏതാണ്ട് 7 വർഷക്കാലത്തോളം 10-20 പീഡനങ്ങളിൽ കൂടെ കടന്നുപോയി. പല സമയങ്ങളിൽ ഒരു പീഡനം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തെ വെറുതെ വിടും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ കൂടുമ്പോൾ വീണ്ടും വന്ന് പീഡിപ്പിക്കും. അദ്ദേഹത്തെ ആദ്യം തലകീഴായി തൂക്കിയിട്ട് അടിച്ചു, പക്ഷേ അദ്ദേഹം വിശ്വാസം തള്ളി പറഞ്ഞില്ല. മാരകമായി വിഷം കൊടുത്തു, അദ്ദേഹത്തിന് യാതൊരു ദോഷവും സംഭവിച്ചില്ല. ചുട്ടുപഴുത്ത കമ്പിയുടെ ഇരുമ്പ് പട്ടയിന്മേൽ കിടത്തി, പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ദോഷവും സംഭവിച്ചു. 2 രഥങ്ങളെ കൂട്ടിയിറക്കി ദിശകളിലേക്കായിട്ട് രഥങ്ങളുടെ ചക്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ കെട്ടി നിർത്തി രഥങ്ങളെ ദിശകളിലേക്ക് ഓടിച്ചിട്ടും രഥം ഓടാതെ അവിടെ നിന്നു. അവസാനം അദ്ദേഹത്തെ ഇരുമ്പ് ഉരുക്കിയ ഈയം ഉരുക്കിയതായ ദ്രാവകത്തിൽ അദ്ദേഹത്തെ നിർത്തി. അതുകൊണ്ടും യാതൊരു കുറ്റവും അദ്ദേഹത്തിനുണ്ടായില്ല. അതുകൊണ്ട് പട്ടണ മേധാവി അടുത്ത പ്രാവശ്യം വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ 20 വർഷത്തിനുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഈ പട്ടണത്തിനകത്ത് ഉള്ളതായ ക്ഷേത്രത്തിന് മുൻപ് വന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞു.
അദ്ദേഹം ഈ സമയമെല്ലാം ബന്ധനസ്ഥനായിരിക്കുക. അപ്പോൾ ഈ 5-6 വർഷമായി ബന്ധനസ്ഥനായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം ചെന്ന് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉയരത്തിലേക്ക് നോക്കി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. അതോടുകൂടെ തീ ഇറങ്ങി ആ ക്ഷേത്രവും അവിടെ കൂടിയിരുന്നവരെല്ലാവരും ദഹിക്കപ്പെട്ടു. ഇത് കണ്ട് ദേദ്യാനോസിൻ്റെ ഭാര്യ അലക്സാന്ദ്ര, ഞാൻ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞു. അപ്പോൾ ദേദ്യാനോസ് ആദ്യം ചെയ്തത് തൻ്റെ സ്വന്തം ഭാര്യ ക്രിസ്ത്യാനിയായപ്പോൾ ഭാര്യയെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡയോക്ലീഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ വൈരാഗ്യത്തിൽ ഈ ഗിവറീസിനെയും വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതോടുകൂടെ അവിടെയെല്ലാം തീ വ്യാപിച്ച ദേദ്യാനോസും കൂട്ടരും പട്ടാളക്കാരും എല്ലാം തീക്കിരയായി തീർന്നു എന്നുള്ള ഒരു വലിയ സംഭവമാണ് ഗിവറീസാദയുടെ സംഭവമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് യൂസഫ് കസറിയയിലെ യൂസേബിസിൻ്റെ കാലം മുതൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രീക്ക് ഭാഷയിലുള്ള ഒറിജിനലായി എഴുതുന്ന കൃതിയാണ് നമുക്കുള്ളത്. ഇന്ന് അതിൻ്റെ പല ഭാഷകളിലുള്ളതായ പരാവർത്തനങ്ങൾ നമുക്ക് കിട്ടും. സുറിയാനി ഭാഷയിലുണ്ട്, മലയാളത്തിലുണ്ട്, പല ഭാഷകളിലുമുണ്ട്, ഇംഗ്ലീഷ് വേർഷനിലൊക്കെ നമുക്കുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഗിവറീസാദയുടെ ഒരു സന്ദേശമുണ്ട്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, നാം ഏത് ജോലി തിരക്കിലായിരുന്നാലും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അണുവിട മാറുവാൻ പാടില്ല. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ടാകൂ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്കും നോമ്പിനും ഉപവാസത്തിനുമൊക്കെ ഒഴിവൊഴിവ് കാണുന്നത് നമ്മുടെ ജോലി തിരക്കുകളാണ്. വളരെ ജോലി തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഇന്ന് അല്ലെങ്കിൽ ശരീരത്തിന് വേദനയാണ്, അതുകൊണ്ട് ഉപവസിക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല. ഇന്ന് വളരെ ക്ഷീണമാണ്, ലോകം ഒത്തിരി പ്രവർത്തിച്ചതാണ്, അതുകൊണ്ട് ഇന്ന് വേദപുസ്തകം വായിക്കാൻ നേരമില്ല. ഇതൊക്കെ പറഞ്ഞ് ഒഴിവൊഴിവുകൾ പറയുമ്പോൾ നമ്മൾ ദൈവീയ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു, യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് എന്ത് ജോലി തിരക്കായിരുന്നാലും പ്രാർത്ഥനയും നോമ്പ് ഉപവാസവും നമ്മൾ അനുഷ്ഠിക്കണം. അതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ശക്തി കൊള്ളൂ. ഈ ലോകത്തിൻ്റെ നമ്മെ ത്രസിപ്പിക്കുന്നതായ, നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികൾ, പൈശാചികമായിരിക്കുന്ന ശക്തികളെ എതിർക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ ശക്തി, ഉപവാസത്തിൻ്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി നമുക്കുണ്ടായെങ്കിലേ സാധിക്കൂ എന്നുള്ളതാണ് ഗിവറീസാദ നൽകുന്ന ആദ്യത്തെ സന്ദേശം. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് ഒരു സന്തോഷമായി കണക്കാക്കണമെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ 7 പ്രാവശ്യമോ അനേകം പ്രാവശ്യവും അദ്ദേഹത്തെ പീഡിപ്പിച്ചെങ്കിലും 6-7 വർഷക്കാലത്തോളം ഒരു പ്രയാസവുമില്ലാതെ അദ്ദേഹം അതിനെ സ്വീകരിക്കുകയാണ്. കാരണം എന്താണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷകൾ സഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്കാണ് എന്ന് പരിശുദ്ധ യാക്കോബ് നമ്മളെ പറയുന്നുണ്ട്. വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്നാണ്, അത് സന്തോഷമെന്നെണ്ണുവീനെന്നാണ്. നമുക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകില്ലെങ്കിലും അതെല്ലാം നമുക്ക് ക്രിസ്തീയ വിശ്വാസം നിൽക്കുമ്പോൾ അത് നമുക്ക് പ്രത്യാശയുള്ളവാക്കുന്നതാണ്. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ നാം സന്തോഷിക്കുന്നു. അതുകൊണ്ട് തനിക്ക് ലഭിച്ച കഷ്ടതകളൊക്കെ അദ്ദേഹം സന്തോഷിച്ചു. ആ സന്തോഷത്തിലാണ് അദ്ദേഹം സ്വീകരിച്ചത്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നമ്മുടേതല്ലാത്തതായ കാരണങ്ങളാൽ പല കഷ്ടതകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപകടം വരുവാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല, രോഗം വരുവാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല, പണം നഷ്ടപ്പെടുവാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല, കടബാധ്യത ഉണ്ടാകുവാൻ ആരും ആഗ്രഹമില്ല, അപമാനിതനാകുവാൻ ആഗ്രഹമില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്നതൊക്കെ ലോകത്തിൽ നമുക്ക് സംഭവിക്കും. നമ്മുടേതല്ലാത്തതായ കാരണത്താൽ നമ്മൾ പലപ്പോഴും കഷ്ടത അനുഭവിക്കേണ്ടത് വരുമ്പോൾ അത് സന്തോഷമെന്ന് എണ്ണുവാനുള്ള കഴിവ് നമുക്കുണ്ടാകുന്നതാണ് ക്രിസ്തീയ വെളിച്ചം എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുവാൻ നമുക്ക് ശാരീരികമോ മാനസികമായ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്നതായ സന്തോഷമുണ്ടാകുന്നത് ക്രിസ്തു നമുക്ക് തരുന്നതായ അനുഭവങ്ങളാണ്. ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമാണ് ദൈവികമായ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്, ഏതിനെയും നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് കഷ്ടതകൾ നമുക്ക്
സാരമില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തെ കഷ്ടതകൾ സാരമില്ല എന്ന് പൗലോസ്ലീഹ റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു തേജസ് ഉണ്ട് എന്നുള്ളതാണ്. ആ തേജസ് വരുമെന്നുള്ളത് കൊണ്ടാണ് കഷ്ടതയെ സഹിക്കേണ്ടത്. മൂന്നാമത്, മരണത്തെ ഭയപ്പെടുവാൻ പാടില്ല. മരണം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത്. മരണത്തിന് അതീതമായി നമുക്ക് ജീവിക്കാനുള്ളതായി കൃപ നൽകുന്നു എന്നുള്ളതാണ്. മരണത്തിനപ്പുറമായി മരിച്ചാലും ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ളതായ ബോധ്യം. അതുകൊണ്ടാണ് സ്തെഫാനോസ് കല്ലേറേൽക്കുവാനോ പൗലോസ്ലീഹ പീഡനങ്ങൾ ഏൽക്കുവാനോ തയ്യാറായത്. കാരണം അപ്രകാരമുള്ളതായിരിക്കുന്ന കഷ്ടതകളിൽ കൂടി നമ്മൾ പോകുന്നതായ സമയത്ത് മരണത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. കാരണം അതിനപ്പുറമായി ഒരു ജീവകിരീടം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ നല്ല ഒരു തോട്ടം തികച്ച് വിശ്വാസം കാർത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി മടഞ്ഞു വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് ഞാൻ ഭാവിക്കും, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയമച്ച ഏവർക്കും കൂടെ എന്ന് പൗലോസ്ലീഹ 2-ാമത്തെ തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ഓർമ്മിക്കുന്നത്. ഈ ലോകത്തെ കഷ്ടതകളെല്ലാം സഹിച്ചാലും മരണത്തെ ഭയപ്പെടുവാൻ നമ്മളാരും പേടിക്കണം. നമ്മളാരും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം മരണമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് അപ്പുറത്തോട്ടുള്ള ഒരു പാസ്പോർട്ട്, ഒരു യാത്രയാണ് മാത്രമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ലോകത്തിൽ ഇവിടെ എത്ര നാൾ നമ്മൾ ശ്രമിച്ചാലും 100-120 വർഷം വരെ മാക്സിമം നമുക്ക് ലോകത്ത് ജീവിക്കാനൊക്കെ ഉള്ളൂ. ലോകമുണ്ടായിട്ട് കോടാനുകോടി വർഷങ്ങളായി. ലോകമത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തിൻ്റെ വലിയ ചരിത്രത്തിൻ്റെ ഗതിയിൽ നമ്മളൊക്കെ 100-120 വർഷം വരെ ജീവിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറഞ്ഞൊരവസരം അത് മരണത്തിൽ നിന്ന് നോക്കുപോക്കുകൾ വഴിയെത്തി കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു കാലഘട്ടം. 70-80 എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. മരണത്തിൽ നീക്കുപോക്കുകൾ കർത്താവ് തരുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ഈ മരണത്തെ ഭയപ്പെടാതെ മരണത്തിനപ്പുറമായിരിക്കുന്ന ഒരു ജീവകിരീടം എനിക്ക് പ്രാപിക്കാനുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മെ ഗിബറീസത പഠിപ്പിക്കുന്നത്. ജീവകിരീടം പ്രാപിക്കുന്നു, പരീക്ഷ സഹിക്കുന്നവൻ ലഭിക്കുന്നതായ ജീവകിരീടം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ, മരണമേ നിൻ്റെ വിഷമുള്ളവിടെ, മരണത്തിൻ്റെ ആധിപത്യത്തിൽ നാം ഒട്ടും ഭയപ്പെടില്ല. യേശുക്രിസ്തു ഭയപ്പെടുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പുള്ളതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് സ്വർഗരാജ്യത്തിലെ ഇമ്പങ്ങളുടെ പറുദീസായിലെ ജീവന് കിരീടത്തിനായിട്ടുള്ളതാണ് എന്നുള്ള ഓർക്കുമ്പോൾ മരണത്തെ ഭയപ്പെടാത്ത ഈ ലോകത്ത് ജീവിക്കണമെന്ന് ഗിബറീസ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.